പിക്കെതിരെയുള്ള പാളയത്തിൽ പട അവസാനിക്കുന്നില്ല. നാളിതുവരെ ഇല്ലാത്ത സമാനതകളില്ലാത്ത ആഭ്യന്തര കലഹങ്ങളിലേക്കാണ് BJP പോയിക്കൊണ്ടിരിക്കുന്നത്. യോഗിയുമായും മഹാരാഷ്ട്രയിലെ ഫട്നാവിസുമായും RSSുമായും അങ്ങനെ തുടങ്ങി നിരവധി ആഭ്യന്തര കലഹങ്ങൾക്കിടെ BJPക്കെതിരെ രൂക്ഷ വിമർശനവുമായി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് മുൻ ഉപരാഷ്ട്രപതിയും മുതിർന്ന BJP നേതാവുമായ വെങ്കയ്യ നായിഡു. തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തിയ ലക്ഷക്കണക്കിന് ജനങ്ങൾ മേൽത്തട്ടു മുതൽ താഴെത്തട്ടു വരെയുള്ള എല്ലാവർക്കുമുള്ള സന്ദേശമാണ് നൽകിയതെന്ന് അദ്ദേഹം ഇപ്പോൾ വിമർശനം ഉന്നയിച്ചിരിക്കുന്നു. ഇന്ത്യ മഹത്തായ ജനാധിപത്യ രാജ്യമാണെന്ന് അടുത്തിടെ നടന്ന തെരഞ്ഞെടുപ്പിലും തെളിയിക്കപ്പെട്ടു. വോട്ട് ചെയ്ത ലക്ഷക്കണക്കിന് പേർ അവരാഗ്രഹിച്ച മാറ്റം സമാധാനപരമായി സാധ്യമാക്കി. മേൽത്തട്ടു മുതൽ താഴെത്തട്ടു വരെയുള്ള എല്ലാവർക്കുമുള്ള സന്ദേശമാണ് അവർ നൽകിയത്. തെരഞ്ഞെടുപ്പ് ഫലം ഒരു സന്ദേശം ഉൾക്കൊള്ളുന്നതാണ്. അത് എല്ലാവരും മനസ്സിലാക്കിയെന്ന് കരുതുന്നു. ഇതാണ് വെങ്കയ്യ നായിഡുവിന്റെ വിമർശനം. ആനന്ദിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ മാനേജ്മെന്റിൽ നടന്ന ബിരുദദാന ചടങ്ങിൽ സംസാരിക്കവെയാണ് വെങ്കയ്യ നായിഡു ഇത് പറഞ്ഞത്. രാഷ്ട്രീയ പാർട്ടികൾ തെരഞ്ഞെടുപ്പിൽ ജയിക്കുകയോ തോൽക്കുകയോ ചെയ്യാം, അത് വലിയ കാര്യമല്ല. എന്നാൽ മൂല്യങ്ങൾ, താഴെക്കിടയിലുള്ളവർക്ക് വേണ്ടി നടക്കുന്ന പ്രവർത്തനം, അടിച്ചമർത്തപ്പെട്ടവർക്കും ദുരിതം അനുഭവിക്കുന്നവർക്കും നൽകുന്ന പരിഗണന എന്നിവയൊക്കെ പ്രധാനമാണ്. പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവരെ സംരക്ഷിക്കാൻ മഹാത്മാഗാന്ധിയും അംബേദ്കറും നടത്തിയ ശ്രമങ്ങൾക്കാണ് മനസ്സിൽ മുഖ്യ പരിഗണന ഉണ്ടാകേണ്ടതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഘടകകക്ഷികളുടെ സമ്മർദ്ദങ്ങൾക്ക് പുറമെ പാർട്ടിക്കകത്തുള്ള ഇത്തരം വിമർശനങ്ങൾ BJPയെ അക്ഷരാർത്ഥത്തിൽ വലിയ പ്രതിസന്ധികളിലേക്കാണ് തള്ളിവിടുന്നത്. വരാനിരിക്കുന്ന ഓരോ ദിവസങ്ങളിലും ഇത്തരം വിവാദങ്ങൾ ചൂടുപിടിക്കാൻ തന്നെയാണ് സാധ്യത.